ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പം ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയിലായിരുന്നു എടുത്തത്. ഓക്കെ, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 4000 റുപ്പീസ് നമ്മൾ ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സി എൻട്രി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു അപ്പ് സൈഡ് വന്നപ്പോഴത്തേക്കിന് നമുക്ക് അവിടെ നിന്ന് ഒരു ഡിപ്പ് വന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ എൻട്രി ചെയ്തത്. പക്ഷേ അത് നമ്മുടെ ഇന്നത്തെ ഡേ ലോയും സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് ഡൗൺ സൈഡ് പോയത്. ഓക്കെ, അപ്പോൾ അത് ഇഷ്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ഹിറ്റാവും. ഓക്കെ, അത് നമുക്ക് ഇഷ്യൂസ് ഉള്ള കാര്യമല്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം നമുക്ക് പ്രോഫിറ്റ് അടുപ്പിച്ച് വരുമ്പോഴത്തേക്കിന് അത് നമുക്ക് കവറപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ഇഷ്യൂസ് ഉള്ളൊരു കാര്യമല്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ അത്രയും വരത്തുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേക്കൊരു സെക്ഷൻസ് നമുക്ക് നോക്കാം നാളെ. ഓക്കെ, നിഫ്റ്റിയിൽ അപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇപ്പോഴും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴും നിഫ്റ്റിയിലൊരു ബുള്ളിഷ് എൻട്രിയാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. ഓക്കെ, സ്റ്റിൽ ബുള്ളിഷാണ് ഞാനിപ്പം നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനപ്പോൾ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇതപ്പോൾ ഞാൻ ഇന്ന് ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പറയും പ്രോഫിറ്റ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പ്രോഫിറ്റ് മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ ഡെയിലി എടുക്കുന്ന ട്രേഡ്സ് മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 25.78. ഓക്കെ, 28.78 എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഒരു ദിവസം ഇതും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ഏരിയാസ് ഉണ്ടല്ലോ, ഈ രണ്ട് ഏരിയാസിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പം ഇത് ചിലപ്പം മുകളിലത്തെ, അതായത് 24,857 സ്വീപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 to 17 പോയിൻറ്റ്സേ ഉള്ളൂ നെക്സ്റ്റ് ലൈന്. അപ്പോൾ 24 എത്രയാണ് 832. ഓക്കെ, ആ ഒരു ലെവല് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോയിൽ ഒരു നല്ലൊരു സ്വിംഗ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ഡേ ലോ നമുക്കൊരു കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു ലെവൽസ്. ഓക്കെ, ഈ ഒരു ലെവൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽസ്. ഓക്കെ, ഇത്രയാണ്. അപ്പം ഈ യെല്ലോ ലൈൻസ് ഞാൻ എന്താ വരച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിബ് റിട്രേസ്മെൻ്റ് ആണ് വരച്ചേക്കുന്നത് കേട്ടോ. ഫിബ് റിട്രേസ്മെൻ്റ് ആണ് വരച്ചേക്കുന്നത്. അത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഫിബ് ലെവൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിബ് ലെവൽസ് കാര്യങ്ങളൊക്കെയാണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഫിബ് ലെവൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ഓക്കെ നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഫിബ് ലെവൽസാണ് 0.786 ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഓക്കെ, 0.786, അതായത് നാളത്തെ ഒരു ചെറിയൊരു റിജക്ഷൻ കാര്യങ്ങളൊക്കെ പോസിബിളായിട്ട് വരുന്ന ഒരു ഏരിയ. പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ 15 മിനിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. നിഫ്റ്റിയിൽ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ലപോലെ ഒരു സപ്പോർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതെ ഈ ഒരു ഏരിയ നോക്കിയേ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയയും നല്ലപോലെ സപ്പോർട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ഏരിയ മനസ്സിലായി. അപ്പോൾ ഈ ഒരു അപ്സൈഡ് ചാനലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഇപ്പോഴും നിഫ്റ്റി ബുള്ളിഷ് തന്നെയാണ്. നാളെയും ഞാൻ നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ആ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ എൻട്രി എടുക്കുന്നത്. ഇപ്പം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഞാനൊരു അപ്സൈഡ് എൻട്രി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഇൻ കേസ് ഇപ്പം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഒരു പുട്ട് എൻട്രി എടുക്കാം. ഓക്കെ, അല്ലാതെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു പുട്ട് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് നാളത്തേക്ക് ഉള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ലോസ് എന്ന് പറയുന്നത് 4,000 റുപ്പീസാണ്. അപ്പോൾ അതിന് ഞാനൊരു ഫോമോ ട്രേഡോ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ട്രേഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ ആ ഒരു ട്രേഡ് ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ,
അതേ ആ ട്രേഡിൽ എക്സിറ്റ് അടിച്ചു. പിന്നെ ഞാൻ ഇന്ന് നോക്കിയത് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് സ്വീപ്പ് ആവുന്നുണ്ടോ എന്ന് ഞാൻ ഈ ഒരു ലെവൽ ഇന്ന് മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയായിരുന്നു. ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നാളത്തേക്കുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ലെവൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇന്നത്തെ ഡേ ഹൈയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഈ ഡേ ഹൈ ഡേ ലോ സ്വീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡേ ഹൈയിലും ഡേ ലോയിലും ലിക്വിഡിറ്റീസ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഡേ ഹൈയിലും അല്ലെങ്കിൽ ഡേ ലോയിലും നമ്മൾ ആക്ച്വലി ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ പറയാം, ഇന്ന് ഞാൻ ബാങ്ക് നിഫ്റ്റി നോക്കിയതേയില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക്, ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു എൻട്രി കാര്യങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ലോയും ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ നോക്കാം. ഈ ഒരു റേഞ്ച് ഓക്കെ, ഈ ഒരു റേഞ്ച് നാളെ ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടെന്ന് നോക്കാം, ഈ ഒരു സൈഡ് ട്രെൻഡ് ലൈന്. പിന്നെ ഞാൻ ഈ വലുത് വരച്ചേക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് കേട്ടോ വരച്ചേക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലെ ഒരു ലിക്വിഡിറ്റി ലെവൽസാണ് ഞാൻ വരച്ചേക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി ലെവൽസാണ്. ഓക്കെ, അപ്പം നാളത്തെ എൻ്റെ ഒരു ട്രേഡ്സ് എൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ഈ ഒരു ലെവൽസ് ക്ലോസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഈ ഒരു ലെവൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലെവൽസിലെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്കൊരു പുട്ട് എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നാളത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ ഞാനൊരു സി എൻട്രി എടുക്കില്ല ആക്ച്വലി. അപ്പോൾ നാളത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വേറെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സി എൻട്രി എടുക്കാം. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഓക്കെ, അപ്പോൾ നമുക്കൊരു ചാനൽ ത്രൂ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ. ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പം കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് അപ്പോൾ നാളത്തേക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ഒരു ബലം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, താങ്ക് യു എന്നാൽ.